എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റി സംസാരിക്കാം. ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വർക്ക് ലൈഫ് ബാലൻസ് സോഷ്യൽ മീഡിയയിലും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണല്ലോ. സോ അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും. L&Tയുടെ ചെയർമാൻ സുബ്രഹ്മണ്യം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ആൾക്കാർ 90 hours വർക്ക് ചെയ്യണം, എൻ്റെ എംപ്ലോയീസ് ഞായറാഴ്ചയൂടെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്, വീട്ടിലെ വൈഫിനെ എത്ര നേരം നോക്കിയിരിക്കാം എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് വന്ന് സോഷ്യൽ മീഡിയയിൽ ശരിക്കും പുള്ളിയെ ട്രോൾ ചെയ്യുകയും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അതിനെ സപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടിട്ടുള്ളൂ. ഈവൻ നമ്മുടെ ഇൻഡസ്ട്രിയലിസ്റ്റുകളായിട്ടുള്ള RPGയുടെ ചെയർമാൻ ഗോയങ്ക, ആനന്ദ് മഹേന്ദ്ര, SCLൻ്റെ പഴയ ചെയർമാന്, അതുപോലെ ബജാജ് ഓട്ടോയുടെ ചെയർമാൻ, ഇവരെല്ലാം വർക്ക് ലൈഫ് ബാലൻസ് ആവശ്യമാണെന്ന് പറഞ്ഞത്. ഇവിടെ ശ്രീയും അങ്ങനെ തന്നെ അഭിപ്രായപ്പെടുന്നതാണ്. അപ്പം സുബ്രഹ്മണ്യവും അതിനു മുമ്പ് നമുക്കറിയാം ഇൻഫോസിസിൻ്റെ ചെയർമാൻ ഫൗണ്ടർ നാരായണമൂർത്തി 70 hours എന്ന് പറയുന്ന ഒരു 70 hours എംപ്ലോയീസ് വർക്ക് ചെയ്യണം നാഷണൽ ബിൽഡിങ്ങിന് വേണ്ടി എന്നൊരു അഭിപ്രായം പറഞ്ഞു. അന്നും ഇത് ഭയങ്കരമായിട്ട് ചർച്ചയായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു വീഡിയോ നേരത്തെ ഇട്ടിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു മലയാളി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് EYയിൽ വർക്ക് ചെയ്ത് പൂനെയിൽ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യന് ശേഷം അവളുടെ കുട്ടിയുടെ അമ്മ അവിടെ EYയുടെ ചെയർമാൻ ഒരു ലെറ്റർ അയച്ചു. അതായത് ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം മെൻ്റൽ സ്ട്രെസ്സാണ്. അത് ടൈറ്റിൽ ഭയങ്കര അൺറീസണബിൾ ടൈം ലൈൻസും ടാർഗറ്റ്സും കൊടുത്ത് കുട്ടിക്ക് മെൻ്റൽ സ്ട്രെസ് ആയതാണ്. അപ്പം അന്ന് ഇത് ഭയങ്കര ഡിബേറ്റ്സ് ഉണ്ടായി. ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ ചർച്ചകളിലൊക്കെ വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ നാഷണൽ ബിൽഡിങ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഡെവലപ്പ്. ഇപ്പം ധാരാളം ഈ സുബ്രഹ്മണ്യൻ തന്നെ ഈ 90 hours കൊണ്ടുവന്നത് ഏതോ ഒരു ചൈനീസ് ബിസിനസ്സുകാരനുമായിട്ട് സംസാരിച്ചപ്പം പുള്ളി പറഞ്ഞു ചൈന അമേരിക്കയെ മറികടക്കും എക്കണോമിയിൽ. കാരണം അവിടെ ചൈനയിലെ ആൾക്കാർ 90 hours വർക്ക് ചെയ്യുന്നുണ്ട്, അമേരിക്കയിൽ 40-50 hours വർക്ക് ചെയ്യുന്നുള്ളൂ. ചൈനയുടെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. നമുക്ക് എങ്ങനെയാണ് ഒരു ഡെമോക്രാറ്റിക് രാജ്യങ്ങളെ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിൽ നിന്നാണ് ഇത് ഉണ്ടായത്. ഇപ്പോൾ ഈ സുബ്രഹ്മണ്യത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഭയങ്കര കോൺട്രവേഴ്സി ആയപ്പോൾ അവരുടെ കമ്പനിയുടെ HR ഹെഡും ഒക്കെ ഇത് ഡാമേജ് കൺട്രോൾ പോലെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നു. അതായത് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അതൊന്നും ആൾക്കാർ വലിയ മുഖവിലക്കെടുത്തില്ല. നമ്മൾ നോക്കുമ്പോൾ ഈ ഡിമാൻഡ്സ് ഒക്കെ ഇപ്പം L&T ഒരു ഇൻഫ്രാ കമ്പനിയാണ്. അവർക്കൊരു IT കമ്പനി, ആ ഗ്രൂപ്പിൽ ഒരു IT കമ്പനി ഉണ്ടെങ്കിൽ പോലും. പക്ഷേ ഈ IT സെക്ടറിൽ നിന്നാണ് ഈ കൂടുതലും ഡിമാൻഡ്സ് വരുന്നത്. അപ്പോൾ അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ IT കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് കമ്പനീസോ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് കമ്പനീസോ ഒന്നും അല്ല. ഇത് മോർ ഓഫ് ലേബർ കോസ്റ്റ് ആർബിട്രാജ് എന്ന് പറയുന്ന മോഡൽ വർക്ക് ചെയ്യുന്ന കമ്പനികളാണ്. അതായത് ഹൈ ലേബർ കോസ്റ്റുള്ള കൺട്രികൾക്ക് വേണ്ടി ലോ ലേബർ കോസ്റ്റ് ഉപയോഗിച്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇവിടെ മാർജിൻ എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് ഇപ്പോൾ ഇന്ത്യയിലേക്കാളും ലോ കോസ്റ്റിൽ സർവീസ് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കൂടുതൽ കോസ്റ്റ് ഉണ്ടാകാതെ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാകണം. അപ്പോൾ അതിനാണ് ഈ നാഷണൽ ബിൽഡിങ്ങിൻ്റെ മറ പിടിച്ചുകൊണ്ട് ഇവരൊക്കെ ഈ ആൾക്കാരെ 90 hours വർക്ക് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം, അല്ലെ 70 hours വർക്ക് ചെയ്യണം. കാര്യം ഇത് ഓവർ ടൈം കൊടുക്കാതുള്ളൊരു സംഭവമാണ്. നമ്മുടെ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്, അത് ഓഫീസുകളെ റൂൾസ് തീരുമാനിക്കുന്ന ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അനുസരിച്ച് 48 hours ഒരാൾക്ക് മാക്സിമം വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഫാക്ടറീസ് ആക്ട് അനുസരിച്ചിട്ട് ഫാക്ടറി വർക്കേഴ്സിനും ഇതുപോലെ 48 hours അതിൽ കൂടുതൽ വന്നാൽ ഓവർ ടൈം കൊടുക്കണമെന്നാണ് നിയമം. അപ്പോൾ ഇത് ഓവർ ടൈം ഒന്നും കൊടുക്കാതെ ഇവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ നാഷണലിസത്തിൻ്റെ മുഖവിട പിടിച്ചുകൊണ്ടുള്ള ഇവരുടെ ഈ അഭിപ്രായം. നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ റോബോട്ട്സോ ഒന്നും അല്ല. ഇത് മറ്റേ മാംസമുള്ള മനുഷ്യനാണ്. റോബോട്ട്സിനും ഒന്നും മനസ്സില്ലാത്തത് കൊണ്ട് അതിന് എന്താ പറയുന്നത്, ഫിസിക്കലായിട്ടുള്ള ഫിയർ അല്ലാതെ അതിന് എത്ര വേണേൽ അത് ബേൺ ഔട്ട് ആകത്തില്ല. പക്ഷെ മനുഷ്യൻ
അതായത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എത്രമാത്രം പ്രൊഡക്റ്റീവ് ആണ് ഇവർക്ക് മനസ്സിലാകാത്തതെന്നാണ് എൻ്റെ ഒരു സംശയം. ഒരിക്കലും അങ്ങനെ മനുഷ്യന് കാര്യങ്ങൾ ഇപ്പം ചില ടൈം ലൈൻസ് ഉണ്ട്, അത് ടാർഗറ്റ് ഇത് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യും. അത് എല്ലാ കമ്പനികളിലും വർക്കാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ 8 hours മിക്കവാറും ഉള്ളവരെല്ലാം 10-12 hours വർക്ക് ചെയ്യുന്നുള്ളതാണ് ഒരു സത്യം. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു നിർബന്ധപൂർവ്വം ഇത് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കൂടുതൽ ഡിബേറ്റിലാവും. ഇപ്പം തന്നെ ഗ്ലാസ് ഡോറിൽ L&Tയെ പറ്റി ഇതിന് ശേഷം ഇത് മാത്രം നെഗറ്റീവായിട്ടുള്ള റിമാർക്സ്, അവിടെ ടോക്സിക് കൾച്ചറാണ്, പിന്നെ അവിടെ ശമ്പളം കുറവാണ്, അവിടെ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഇൻഫോസിസിൽ നിന്ന് ഒരാൾ 50 വർഷം അവിടെ വർക്ക് ചെയ്തിട്ട് രാജിവെച്ചിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്ത് മോശമായിട്ടാണ് ആ ഇൻഫോസിസിലെ വർക്ക് കൾച്ചറിനെ പറ്റിയും അവിടുത്തെ അവരെ പ്രൊമോഷൻ കൊടുക്കും, പക്ഷേ ഇൻക്രിമെൻ്റ് ഒന്നും കൊടുക്കത്തില്ല, എല്ലാം പൊളിറ്റിക്സ് ആണ്, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു നട്ട്ഷെല്ലായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പം ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ, ഇപ്പം യൂറോപ്യൻ കൺട്രീസിലൊക്കെ വർക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ 36 ആണ് അവരുടെ ആവറേജ് വർക്ക് അവേഴ്സ് എന്ന് പറയുന്നത്. അമേരിക്കയിൽ 40 hours ഉണ്ട്, പക്ഷെ അതിൽ കൂടുതൽ വരുവാണെങ്കിൽ അവർക്ക് ഓവർ ടൈം കൊടുക്കണം. ഇന്ത്യയിൽ ഇപ്പം 2045 അല്ലെ 2050 ഈ മിഡിൽ ഇൻകത്തിൽ നിന്ന് ഡെവലപ്ഡ് കൺട്രി ആകാൻ വേണ്ടി ഇന്നത്തെ ആൾക്കാർ, ഇപ്പോഴത്തെ ജെൻസെഡ് അല്ലെങ്കിൽ സൂമേഴ്സും, അതായത് മിലീനിയത്തിന് ശേഷം വന്ന ആൾക്കാർ സാക്രിഫൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും അംഗീകരിക്കുമെന്ന്. ഇപ്പം ജെൻസെഡ് ജനറേഷനിൽപ്പെട്ട യുവാക്കൾ, അവർ ഈ പെൻഡുലം ലൈഫ് സ്റ്റൈലിലാണ് അവർ ഫോളോ ചെയ്യുന്നത്. വർക്ക് ലൈഫിൻ്റെ വേറൊരു രൂപമാണ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, അതേസമയം നല്ല രീതിയിൽ പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫിനെ ടേക്ക് കെയർ ചെയ്യുക. അതായത് വെൽബീയിങ്, അവരെ എക്സസൈസ്, അവരുടെ എൻ്റർടൈൻമെൻറ്റ്, ഫാമിലി ലൈഫ്, ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ്. അതിൻ്റെ ഒരു എക്സ്ട്രീം ആയിട്ട് ബാലൻസ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ആവശ്യമാണ്. അതൊരു അനാവശ്യമായിട്ടുള്ള കാര്യം. അതില്ലാത്തത് ഒരിക്കലും ഒരു ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാകത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഈ ലോങ് അവേഴ്സ് അല്ല ഇമ്പോർട്ടൻറ്റ്, ക്വാളിറ്റി ഓഫ് വർക്കാണ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ക്വാളിറ്റി ഓഫ് അവേഴ്സ് യു സ്പെൻഡ് ആണ് ഇമ്പോർട്ടൻറ്റ്. അത് സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പം നമ്മൾ പറയും, ഇപ്പം ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ടൈം ലൈനിൽ തീർക്കുക എന്നുള്ളതാണ് ഒരാളുടെ ടാർഗറ്റ്. അത് ഓക്കെയാണ്, അത് ആ റെസ്പോൺസിബിലിറ്റി എടുക്കണം. അതിനിപ്പം കുറച്ച് എക്സ്ട്രാ മൈൽ പോകണമെന്ന് പറഞ്ഞാലും അതൊക്കെ ഓൾറെഡി പോകുന്നുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പം 100 hours കൊണ്ട് തീരേണ്ട ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് 50 hours കൊണ്ട് തീർക്കണമെന്ന് ടൈം ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അയാൾക്ക് ആ വ്യക്തി 16 hours വർക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ അന്നാ അഗസ്റ്റിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസം ഒന്നുമല്ല ഞാൻ പറയുന്നത്, ഇതൊരു ശരിക്കും എക്സ്പ്ലോയിറ്റേഷനാണ്. അതിലിപ്പം ഈ SN സുബ്രഹ്മണ്യത്തിൻ്റെ കാര്യം നോക്കുക, 80 കോടി രൂപയാണ് പുള്ളിയുടെ പെക്സും സാലറിയും കമ്മീഷനുമായിട്ട് പുള്ളിക്ക് കിട്ടുന്നത്. അതേ അവിടുത്തെ L&Tയുടെ ആവറേജ് സാലറിയുടെ 500 times ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻഫോസിസിൻ്റെ ഫൗണ്ടർ, വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ്, നാരായണമൂർത്തിയുടെ ആസ്തിയും അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ആസ്തിയും എന്തെങ്കിലും ഒരു ബന്ധമുണ്ട്, അവർക്ക് ഏതെങ്കിലും ഒരു അംശത്തിൽ എത്തിയിട്ടുണ്ടോ അതിന്? ഓക്കെ, അദ്ദേഹം അത് ഫൗണ്ട് ചെയ്തു, വളർത്തിക്കൊണ്ട് വന്നു, എങ്കിലും ഇവരുടെ ഒക്കെ എഫേർട്ട് കൊണ്ടുകൂടാണ് ആ കമ്പനി വളർന്നു വന്നിട്ടുള്ളത്, അല്ലെ ഗ്രോ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ജോലി ചെയ്യാൻ വേണ്ടിയല്ല ജീവിക്കുന്നത്. അവൻ ആക്ച്വലി ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, അല്ല ജോലി ചെയ്യാൻ വേണ്ടിയല്ല ജീവിക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ ഇതുവരെ ഒരു ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഇതിനോടൊരു പ്രതികരണം ഇതുവരെ ഞാൻ കണ്ടില്ല. ഇപ്പോൾ അമിതാകാന്ത് ഒരു അഭിപ്രായം പറഞ്ഞു, നമ്മുടെ പഴയ ടൂറിസം സെക്രട്ടറി, നീതി ആയോഗിന് ചെയർമാൻ എന്നത്, പുള്ളി ഇതിനെ എൻഡോഴ്സ് ചെയ്യുന്നതാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു അഭിപ്രായം ഇതുവരെ ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല.
പക്ഷെ അത് ഉണ്ടാകേണ്ടതാണ്. കാര്യം ഇവിടെ ഫാക്ടറീസ് ആക്റ്റും സ്റ്റോപ്പ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ആക്റ്റും ഉണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും കംപ്ലൈ ചെയ്യാൻ കമ്പനികളെ നിർബന്ധിക്കണം. അതുപോലെ പുതിയ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് പുതിയ ഡിജിറ്റൽ വേൾഡിൽ അല്ലെങ്കിൽ പുതിയ ഇന്നത്തെ ഒരു ഒരു എൻവയൺമെൻറ്റിൽ ഈ പുതിയ അതിന് അനുസൃതമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് അഭിപ്രായം. അല്ലാതെ നാഷണൽ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു മറ പിടിച്ചിട്ട് ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതും 25 വർഷം 30 വർഷത്തിന് ശേഷമുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഇവർ സാക്രിഫൈസ് ചെയ്യുന്നതൊക്കെ ആവശ്യപ്പെടുന്നത്. അതിനൊന്നും ഒരു ലോജിക്കും കാണുന്നില്ല എന്നുള്ളതാണ്. ഇത് കുറച്ച് ഓൺടർപ്രണേഴ്സിൻ്റെ അല്ലെങ്കിൽ കുറച്ച് ബിസിനസ്സുകാരുടെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി ഈ നാഷണൽ ബിൽഡിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ രാജ്യപുരോഗതി എന്ന് പറയുന്ന ഒരു മറ പിടിച്ചിരിക്കുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഒറ്റ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, അല്ല വർക്ക് ചെയ്യാൻ വേണ്ടിയല്ല ജീവിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാരെ പറ്റി വർക്കോളിക് എന്ന് പറയും. ഈ വർക്കോളിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവർ അത് എൻജോയ് ചെയ്യുന്ന ഒരു ഇതാണ്. അവർ ചെയ്യുന്ന ജോലി അവർക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇഷ്ടപ്പെട്ട ജോലി ആണ് അവർ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവരത് എൻജോയ് ചെയ്യുകയും ചിലപ്പോൾ അവർ എഫേർട്ട് കൂടുതൽ സമയം ചെലവൊക്കെയും ചെയ്യും. അത് ആരും നിർബന്ധിച്ചിട്ട് ചെയ്യുന്നതായിരിക്കത്തില്ല. മനസ്സിലായില്ല, അത് വ്യത്യാസമുണ്ട്. ഇപ്പം ഒരാളെ നിർബന്ധിച്ച് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴാണ് ചെയ്യുന്നത്? അത് അയാൾക്ക് ബെനിഫിറ്റ് ഇല്ലാത്തപ്പോൾ, അല്ലെങ്കിൽ അയാൾ ബേൺ ഔട്ട് ആകുമ്പോൾ, അല്ലെങ്കിൽ ഇതിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ലാത്ത ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. അപ്പം ഇതാണ് വർക്ക് ലൈഫ് ബാലൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റാണ്. ഇത് മനുഷ്യനാണ്, അല്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ട്സും ഒന്നുമല്ല. അതുകൊണ്ട് മനുഷ്യന് പേഴ്സണൽ ലൈഫും ഉണ്ട്, വർക്ക് ലൈഫും ഉണ്ട്. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വരുന്നിടം വരെ താങ്ക് യു.